ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഷിബു ആണ്. ഷിബുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഹായ് ഷിബു, എന്തൊക്കെയാണ് വിശേഷം? നമസ്കാരം. നല്ല വിശേഷം. നല്ല വിശേഷം. ഷിബു, ഈ ഒരു ഏരിയ എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഈ സ്ഥലം പുതുക്കാട് തൈത്തറക്കടവ് എന്നാണ് അറിയപ്പെടുന്നത്. പുതുക്കാട്, അതായത് നമ്മൾ പറൂര് ആലുവ റൂട്ടിൽ തൈക്കാട്. ഇത് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ? ശരിക്കും അല്ല, പുതുക്കാട് പുതുക്കാട് തൃശ്ശൂരുണ്ട് അല്ലേ? കരിമലൂർ. അപ്പോൾ നമ്മൾ തിരിച്ച് പറയാറുണ്ട് കരിമലൂർ പുതുക്കാട് പ്രത്യേകം പറയാറുണ്ട്. ഇപ്പൊ ഇത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറൂര് ആലുവ റൂട്ടിലുള്ള പുതുക്കാട് തൈത്തറക്കടവ് ഭാഗത്താണ് ഈ നമ്മളെ ഈ ഒരു ഹാച്ചറി കരിമീൻ വിത്തുൽപാദന സംഘം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ പേരെന്താണ്? KVK കരിമീൻ വിത്തുൽപാദന സംഘം ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഈ KVK എന്നുള്ളൊരു പേരിടാൻ കാര്യം എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, അവിടുത്തെ സാറുമാർ, മറ്റേ ഡോക്ടർ വികാസ് സാറും ഷിനോജ് സുബ്രഹ്മണ്യ സാറുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മലയാളത്തിൽ ഇങ്ങനെ കരിമീൻ വിത്ത് ഉൽപാദക സംഘം. ഓഹോ, അതാണ് ഈ KVK വരുന്നത്. KVKയുടെ ഫുൾ ഫോം. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ബ്രാൻഡ് നെയിമും കൂടി ആവുമല്ലോ KVK എന്ന് പറയുമ്പോൾ. പെട്ടെന്ന് അത് ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതും കൂടിയാണല്ലോ. KVK എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി എത്താൻ പറ്റുന്ന ഒരു. നേരത്തെ തന്നെ KVKയുടെ നെയിം ആളുകളുടെ കർഷകരുടെ ഉള്ളിൽ കയറി കിടക്കുന്ന സംഭവം കൂടിയാണ് KVK എന്ന് പറയുന്നത്. നമ്മളിതും കൂടി ഒരു ആഡ് ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ കമ്പനിയുടെ എന്തൊക്കെയാണ് നമ്മുടെ ഉൽപ്പാദനം? ശരിക്കും നമ്മൾ കരിമീൻ സീഡാണ്, കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം മാത്രം നമ്മൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നത്. ഓക്കെ. നമുക്ക് ഭാവിയിലേക്ക് നമ്മൾ പിലോപ്പിയും കൂടിയും ഇവിടുന്ന് ചെയ്യാനുള്ള താല്പര്യം കൂടി നമുക്കുണ്ട് ഇതിൽ. ഇത് നമ്മുടെ കരിമീൻ വിത്തുൽപാദന സംഘത്തിൽ നമുക്ക് ഒരു 7 പേര് മെമ്പർമാരുണ്ട് ഇതിൽ. അങ്ങനെ 7 പോണ്ടുകളിൽ ആയിട്ടാണ് നമ്മളിത് കരിമീൻ കുഞ്ഞുങ്ങളെ ബ്രീഡ് എടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലായിട്ട്. അതായത് നമ്മൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ 4 ഉണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് മാറിയിട്ട് 2 കൂടെ ഉണ്ട്. പിന്നെ മണക്കുപടി ഭാഗത്ത് കൂടെ ഉണ്ട്. അങ്ങനെ 3 സൈറ്റുകളിലാണ് നമ്മൾ ഈ ബ്രീഡ് ഉൽപ്പാദിക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു പഠിത്തം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? പഠിത്തം കഴിഞ്ഞ് ഞാൻ നേരെ ഫാബ്രിക്കേഷൻ സെൻറ്ററിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിലേക്കാണ് തിരിഞ്ഞത്. അത് കഴിഞ്ഞ പിന്നെയാണ് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത്, കരിമീൻ വിത്തുൽപാദനം കോഴ്സ് ഉണ്ട് CMFRയിൽ എറണാകുളത്ത്. അങ്ങനെ നമ്മൾ ആ പരസ്യം കണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ച് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ ക്ലാസ്സിലാണ് നമ്മൾ പങ്കെടുത്ത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളതിൻ്റെ പേരിൽ പിന്നെ ഞാൻ വേറെ തിരിഞ്ഞു നോക്കേണ്ടതൊന്നുമില്ല. നേരെ നമുക്ക് കുറച്ച് കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഏറ്റവും നമ്മൾ എടുത്തു പറയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ, അതായത് ഡോക്ടർ വികാസ് സാറ് കർഷകരോടൊപ്പം തോള് ചേർന്ന് നിൽക്കും. എന്ത് കാര്യത്തിന് വിളിച്ചാലും സാറ് ഓടി വരും. നമുക്ക് അതാണ് നമുക്കൊരു ശരിക്കും എനർജിക്ക്. അതെ, ഷിബുവിന്റെ ഇപ്പൊ എനർജി അത് തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിനകത്ത് കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ഒരു പഠിച്ചിരിക്കുന്ന ഒരാള് ഈ ഒരു മറ്റേ ഫിഷ് മേഖലയിലേക്ക് വരാനായിട്ട് സാറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോണ്ടിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണെങ്കിൽ സാറ് അപ്പം തന്നെ വരും. ഷിബു ഞാൻ ദേ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അപ്പം തന്നെ വരും. അത് ഭയങ്കര ഒരു നമ്മുടെ KVKയുടെ ഒരു പോസിറ്റീവ് ഒരു നല്ലൊരു എനർജിയാണ്. ഏത് പതിരാത്രി വിളിച്ചാലും സാറ് വരും. അതിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമുക്ക് എടുത്തു പറയത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളി വിളിച്ചപ്പോഴും അല്ലേ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തകർക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഇത് നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലേ? കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് വ്യാപിപ്പിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്വയം തൊഴിൽ പോലെ അല്ലേ? ശരിക്കും ഇത് ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണത്. ശരിക്കും കരിമീനിൻ്റെ സീഡ് ഉൽപ്പാദനം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ നടന്ന് നമ്മൾ സീഡ് ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിച്ച് ആവാം. കരിമീൻ വളർത്തുന്ന കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യാൻ എടുക്കുമ്പോൾ പോണ്ട് വളരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ക്ലിയർ ആയെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് കിട്ടുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും.
അതുപോലെ തന്നെ ഷിബു, നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണോ? ഇപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ കാരണന്മാരായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ബിസിനസ് നേരത്തെ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ് സ്കീമായിരുന്നില്ല. നേരത്തെ അത് ഏറ്റർക്ക് കെട്ടായിരുന്നു. ആ ഒരു 6 മാസം ചെമ്മീൻ ഏറ്റർക്ക് കെട്ടായിരുന്നു. ചെമ്മീൻ കരിമീനും എല്ലാം ഉണ്ടാവും അതിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്രത്യേക ഒരു സ്പെഷ്യലൈസ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. അതായത് കാരച്ചെമ്മീൻ വളർത്തലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ വിളവ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് 90 ദിവസം മതി. ഇത്ര ടൈം വേണ്ട. പിന്നെ അത് മാത്രമല്ല, അതിന് നല്ല വിളവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 കമണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1300 രൂപ നമുക്ക് 1 കിലോ റേഞ്ച് വില വരും. അതായത് കരിമീനെക്കാട്ടും കൂടുതൽ ഡബിൾ ആണ്. ഇപ്പം ഈ ഒരു കരിമീൻ കുഞ്ഞുങ്ങൾ വളർത്തുന്ന ഒരു പ്രസ്ഥാനത്താണല്ലോ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ. അപ്പം ഇതിനകത്ത് ഞാനൊരു കസ്റ്റമറാണ്. ഓക്കെ, എനിക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്? ഇപ്പം എനിക്കൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ വളർത്തുന്ന ഒരു മേഖല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ കരിമീൻ കുഞ്ഞ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും നാച്ചുറൽ പോണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതിൽ ആദ്യം ഇപ്പോൾ ഒരു കർഷകന് ആദ്യമായിട്ടൊരു കൗതുകം കൊണ്ട് ചിലപ്പോൾ മീൻ വളർത്തണമെന്ന് ആഗ്രഹം കൊണ്ടും പുറത്തേക്ക് ചാടി വരാം. ഇതിപ്പോ നമ്മൾ ഫിഷ് ടാങ്കിൽ വളർത്തുന്ന പോലത്തെ ഒരു സാധനം അല്ല. അപ്പം പോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറേ കാലം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ചുറ്റും 4 വശമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് നല്ല പണിക്കാരെ നിർത്തിയിട്ട് സൈഡിൽ ചെളി വാരി തേച്ച് വെച്ച് 2 ദിവസം കഴിഞ്ഞ് ഒരു ഡ്രൈ സംവിധാനം, ഡ്രൈയിലേക്ക് വരുമ്പോൾ ഒരുമാതിരി വലിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുമ്മായൊക്കെ തൂവി അതിൻ്റെ ഉള്ളിലുള്ള കളമത്സ്യങ്ങളെ നശിപ്പിച്ച് ടീ കേക്ക് എന്ന് പറഞ്ഞ ജൈവ പോയിസൺ ഉണ്ട്, അതൊഴിച്ച് ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് വെള്ളം കയറ്റി ഫില്ലാക്കാം. അതിനുശേഷം നമ്മൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു വെള്ളം ശുദ്ധീകരിച്ച് സൈഡ് ഒക്കെ നെറ്റൊക്കെ ഇട്ട് മുകളിൽ നീർക്കാക്കൊക്കെ വന്ന് വലിയ പ്രശ്നമാണ്. ബേഡ് നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കുഞ്ഞുങ്ങളെ അതിൽ നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ ഒരാഴ്ച നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് ഇട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ഒരു പച്ച കളർ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളിടാൻ ആയിന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളത്തിന്റെ pH നോക്കണം. അങ്ങനെ കുറച്ച് കാലം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. ഒരു പുതിയതായിട്ട് ഒരാൾക്ക് ഈ ഒരു പോണ്ട് തുടങ്ങാനായിട്ട് അതിനുള്ള സപ്പോർട്ട് ഷിബുവിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ്? നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഇതിലേക്ക് വരുന്ന ഒരു കർഷകന് നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും ബേഡ് നെറ്റ് വിരിക്കുന്നതിനും കുഞ്ഞുങ്ങളെ വരെ നമ്മൾ ഇട്ടുകൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഡോക്ടർ വികാസ് സാറ് എടുത്തു പറയേണ്ട ഞാൻ വീണ്ടും പറയുകയാണ്, വികാസ് സാറ് നമുക്ക് വളരെ സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ പോരായ്മ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ സാറ് അത് നികത്തി തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ചെറിയ പോണ്ടുകളൊക്കെ ലോക്കല് നമ്മുടെ ഏരിയയിൽ തന്നെ ആളുകൾ വരുമ്പോൾ നമ്മൾ പോണ്ടൊക്കെ ക്രിയേറ്റ് കൊടുക്കാറുണ്ട്. പല എക്സിബിഷനിൽ നമ്മൾ അതിനകത്ത് ചേരാറുണ്ട് അല്ലേ, പോകാറുണ്ടോ? എക്സിബിഷനിലേക്ക് നമ്മൾ പോകാറുണ്ട്. അതെ അതെ, ഓക്കെ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കൊടുത്ത കസ്റ്റമേഴ്സിൻ്റെ എത്രത്തോളം അവരുടെ സാറ്റിസ്ഫാക്ഷൻ? അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സീഡ് അവർ കൊണ്ടുപോയി അവരുടെ എന്താണോ ഏതിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, പോണ്ടിലായാലോ കേജിലായാലോ അവൾ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ കൊണ്ടുവരുമ്പോൾ 100 എണ്ണം കൊണ്ടുവരികയാണെങ്കിൽ അതിൽ പകുതി മുക്കാലും ചത്തുപോകും. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു 5-6 കൂടുതൽ ചത്തുപോകാറില്ല. അപ്പോൾ അവർക്ക് അത് നല്ലൊരു ഗ്രോത്തും കൂടി കിട്ടാറുണ്ട്. അവർ നമ്മുടെ അടുത്ത് പല കർഷകരും നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ അഭിപ്രായം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വെള്ളത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതിന് കുഞ്ഞുങ്ങൾ മൊത്തം ചത്തുപോയി എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കർഷകർക്ക് ഒപ്പം നമ്മൾ നിൽക്കാറുണ്ട്. അവർക്ക് നമ്മൾ ആ ചത്തുപോയ കുഞ്ഞ് അത്ര നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇപ്പം എല്ലാ ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ? കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കോമ്പറ്റീഷൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയുണ്ട്. പല സ്ഥലത്ത് പല റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു?
നമ്മളൊരിക്കലും കോമ്പറ്റീഷൻ്റെ ഭാഗം ആകാൻ ആഗ്രഹിക്കാറില്ല. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ മാർക്കറ്റ് ഉണ്ട്, ഹെൽത്തി കുഞ്ഞുങ്ങളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് നമ്മൾ നോക്കാറില്ല. നമ്മളിപ്പോൾ ഇത്രയും 7 വർഷം അല്ലേ 7 വർഷമായി അല്ലേ 7 വർഷമായി 7 വർഷത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് KVK നമ്മളെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നന്നായിട്ട് അവർ മാർക്കറ്റിങ്ങിന് എൻ്റെ ഉള്ള വേദികളൊക്കെ തുറന്നിട്ട് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ഷോപ്പ് നിർത്തേണ്ടി വന്നു. പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് വലിയ പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ സപ്പോർട്ടുണ്ടായത് കുറേ ആളുകൾ നമുക്ക് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാറിൻ്റെ കെയർ ഓഫീസ് തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് നമുക്ക് കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊടുക്കാൻ സാധിച്ചു. അന്ന് അവർ വന്ന് കൊണ്ടുപോയത് 50,000 കുഞ്ഞുങ്ങളാണ്. അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കഴിഞ്ഞ ഈ പറഞ്ഞു പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നല്ല കാര്യം തന്നെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ KVKയുടെ അല്ലേ പോയിന്റ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരെ എല്ലാവർക്കും, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു സ്വയം തൊഴിലും കൂടി ആവട്ടെ. അപ്പം അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് KVKയുടെ ഭാഗത്തുനിന്നും അല്ലേ, സംഘം അതെ ഷിബുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇനി പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരാനുള്ള ഇപ്പോൾ 2025 അല്ലേ? ഓക്കെ. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടി കൂടുതൽ കർഷകരിലേക്ക് നമ്മൾ എത്തിക്കണം. അതായത് ഹാച്ചറി ആയിട്ടല്ല, കരിമീൻ കുഞ്ഞുങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫാമിലിയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഇതിൽ തുടക്കം മുതൽ തന്നെ എൻ്റെ വൈഫ് മഞ്ജു എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പണിക്കാർ വന്നാലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് പണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കുടിവെള്ളമായാലും ചായ ആയാലും എല്ലാം കൃത്യസമയത്തിന് അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കാറുണ്ട്. അതായത് ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഒരു ബിസിനസ്, ഒരു 3 ബിസിനസ്സിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണല്ലോ. അതെ അതെ. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ഒരു ബിസിനസ്സിന് വേണ്ട ക്വാളിറ്റി എന്നാണ് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് വേണ്ടത്. എങ്ങനെ കൂടുതൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമാണ് ഒരു ബിസിനസ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ബിസിനസ്സിൽ പ്രതിസന്ധികൾ കൂടുതലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പൊതുവേ മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ തളർന്നു പോകാതെ കൂടുതൽ നമ്മൾ പിടിച്ച് നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്ന് ഒരിക്കലും പുറകോട്ട് പോകാതെ തന്നെ കൂടുതൽ പരിശ്രമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നമ്മുടെ ഡ്രീം മീഡിയ ചാനലിനോട് പറയാനുള്ളത്. ഏതായാലും ഷിബു, ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഇനിയും കൂടുതൽ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു പ്രദേശം മുഴുവനും കരിമീൻ കൊണ്ട് നിറയട്ടെ. കരിമീനിന്റെ ഒരു കേന്ദ്രമായിട്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നമുക്ക് കരിമീൻ കൊടുക്കാൻ സാധിക്കണം. ആ തലത്തിലേക്ക് എത്തിക്കണം ഒരു പരിശ്രമമാണ് നമ്മൾ. തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ.